നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെടലി ഉളുക്കാതെ ഇങ്ങനെയും പ്രതിഷേധിക്കാം വീണ ജോർജ്. ആരോഗ്യമന്ത്രിയുടെ ഉളുക്കിയ പെടലി വീണ്ടും പിടിച്ച് തിരിച്ച് ചാണ്ടി ഉമ്മൻ. ഇങ്ങേരിത് എന്തോന്ന് മനുഷ്യനാണ്, എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? കേരളം മുഴുവൻ ചർച്ചയായി മാറുകയാണ് ചാണ്ടി ഉമ്മന്റെ പ്രവൃത്തി. ചാണ്ടി ഉമ്മന്റെ ഓഫീസിലേക്ക് പ്രതിഷേധവും മുദ്രാവാക്യം വിളിയുമായി ഇരച്ചെത്തി BJP-ക്കാർ. ഓഫീസിൽ നിന്നിറങ്ങി റോഡിൽ ചെന്നൊരു നിൽപ്പാണ് ചാണ്ടി ഉമ്മൻ. പിന്നെ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു. പ്രതിഷേധക്കാരുടെ ഇടയിലൂടെ ഓടി നടന്ന് കയ്യും കൊടുത്ത് ചേർത്ത് പിടിച്ച് ചാണ്ടി ഉമ്മൻ. പ്രതിഷേധവുമായി കലിതുള്ളി വന്നവർ ഒടുക്കം ചാണ്ടി ഉമ്മനുമായി കുശലം പറച്ചിൽ. കണ്ടുനിന്ന പോലീസ് വരെ ഞെട്ടി. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലടാ, വന്ന പ്രതിഷേധക്കാരോ അല്ല ഞങ്ങളിപ്പോൾ എന്തിനാണ് വന്നത് എന്ന മട്ടിലായിപ്പോയി. ഇതാകണം നേതാവ്. പ്രതിഷേധവുമായി വന്നവരെ ചേർത്ത് പിടിച്ച് നാടകം കളിച്ചതല്ല ചാണ്ടി ഉമ്മൻ, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ചാണ്ടി ഉമ്മന്റെ ഈ പണി കാരണം എയറിൽ വീണ്ടും കയറിയിരിക്കുകയാണ് വീണ ജോർജ്. പെണ്ണുപിള്ള ഇങ്ങനെയും പ്രതിഷേധക്കാരെ നേരിടാമെന്ന് വീണക്കിട്ട് പൊട്ടിക്കുകയാണ് മലയാളികൾ. അല്ലാതെ കട്ട ഹീറോയിസം കാണിക്കാൻ ചെന്നിട്ട് കഴുത്തു മുളുക്കി നാടകം കളിച്ച് സ്വയം നാറുകയല്ല വേണ്ടത്. ഞാൻ ഇവിടെ ഉണ്ടടാ, ഇവിടെ ഉണ്ടാകുമെടാ, വാടാ നീയൊക്കെ, എന്തൊക്കെയായിരുന്നു വീണ ജോർജിന്റെ പട്ടി ഷോ. അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ ഇതൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ തിരിച്ചു ഗുണ്ടായിസം കാണിക്കുകയല്ല, പ്രതിഷേധത്തെ സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ആ മാതൃകയാണ് ചാണ്ടി ഉമ്മൻ കാണിച്ചു തന്നിരിക്കുന്നത്. കമ്മികൾ കണ്ടു പഠിക്കൂ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ഓർമ്മപ്പെടുത്തലും ഉപദേശവും. കേരളത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ചാണ്ടി ഉമ്മൻ. നെഞ്ചിൻ കൂട് നോക്കി കല്ലെറിഞ്ഞ CPM ഗുണ്ടകളോട് ക്ഷമിച്ച അപ്പന്റെ മകനല്ലേ, ഇങ്ങനെ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയൂ എന്ന് കേരളം ഒന്നടങ്കം ചാണ്ടി ഉമ്മനെ പിന്തുണച്ച് സംസാരിക്കുന്നു. ചാണ്ടി ഉമ്മൻ ശരിക്കും വിസ്മയിപ്പിക്കുകയാണ്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും സൗമ്യനായ നേതാവ്, എന്നാൽ വേണ്ടിടത്ത് വേണ്ട പോലെ സംസാരിക്കുകയും ചെയ്യും. പക്ഷേ അനാവശ്യ വിവാദങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ നിൽക്കില്ല. പ്രവർത്തകർക്ക് വേണ്ടി തെരുവിലേക്കും ഇറങ്ങും. ഉമ്മൻചാണ്ടി എന്താണോ അതേ ശൈലിയാണ് ചാണ്ടി ഉമ്മന്. ശരിക്കും എന്ത് മനുഷ്യനാണ് ഇങ്ങേര്, ചോദിക്കാതെ ഒരു നിവർത്തിയുമില്ല. ശരിക്കും അവിടെ പുതുപ്പള്ളിയിലെ MLA ഓഫീസിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. പുതുപ്പള്ളിയിൽ വികസനം മുരടിപ്പ് ആരോപിച്ച് ചാണ്ടി ഉമ്മൻ MLAയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിനെ BJP-ക്കാർ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അനുകൂലമാക്കി മാറ്റി ചാണ്ടി ഉമ്മൻ. മാർച്ച് കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങിയ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിലെത്തി കുശലം പറഞ്ഞും കൈകൊടുത്തും ചാണ്ടി ഉമ്മൻ രംഗം കീഴടക്കി. മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP മധ്യമേഖലാ പ്രസിഡന്റ് R ഹരിയോടും മറ്റ് നേതാക്കളോടുമാണ് ചാണ്ടി സൗഹൃദം പങ്കിട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു. ഇതോടെയാണ് സംഭവം ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം CPM-കാർക്ക് ഇത് കണ്ട് കുരു പൊട്ടിയിട്ടുണ്ട്. സമരം നാടകമെന്ന് വിമർശിക്കുകയാണ് CPM ഇപ്പോൾ. BJP-യും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര തെളിയിക്കുന്നതാണ് സംഭവമെന്നും CPM ഏരിയ കമ്മിറ്റി നേതൃത്വം പ്രതികരിച്ചു. നിങ്ങൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം സമരവുമായി എത്തുന്നവരെ ഹെൽമെറ്റിനും പൂച്ചട്ടിക്കും തലയടിച്ച് പൊളിക്കുന്ന രീതിയാണല്ലോ, ശൈലിയാണല്ലോ CPM-ന്. അപ്പോൾ പിന്നെ ഈ സൗഹൃദത്തോടെ അവരെ നേരിടുക, ചിരിച്ചുകൊണ്ട് അവരെ നേരിടുക എന്നുള്ള ശൈലിയൊന്നും CPM-ന് പറ്റില്ല. അവർക്ക് വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയാണ്. പക്ഷെ ഇത് എന്തോ ഹീറോയിസം ആണെന്നാണ് CPM-കാർ കരുതുന്നത്. അങ്ങനെ ഹീറോയിസം കാണിച്ച് അതിരുവിട്ട കളിക്ക് നിന്നപ്പോഴാണ് വീണ ജോർജിന് ഇപ്പോൾ ഈ പണി കിട്ടി കിടക്കയിൽ ഒരേ കിടപ്പ് കിടന്ന് അഭിനയിക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നത്. രാവിലെ 10 മണിയോടെയാണ് BJP പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം. MLA ഓഫീസിന് ഏകദേശം 100 മീറ്റർ മുൻപായി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. ഈ സമയം ചാണ്ടി ഉമ്മനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്നു. പോലീസുമായി ഉണ്ടായ ഉന്തിനും തള്ളിനും ഇടയിൽ ഒരു പ്രവർത്തകനെ പോലീസ് ലാത്തിക്ക് കുത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി ഉദ്ഘാടനം ചെയ്തു. NDA പുതുപ്പള്ളി മണ്ഡലം കൺവീനർ P സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട MLA കൂടുതൽ സമയവും വിദേശത്താണെന്നും ഇതെന്തിനു പോകുന്നതാണെന്ന് പറയണമെന്നും റീൽസുകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണോ MLAയുടെ പണിയെന്നും അടിസ്ഥാന വികസനത്തിനായി എന്ത് ചെയ്തുവെന്നും MLA മറുപടി പറയണമെന്ന് N ഹരി പറഞ്ഞു. മാർച്ചിന്റെ അവസാന ഘട്ടത്തിൽ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി വന്ന ചാണ്ടി ഉമ്മൻ പ്രതിഷേധിക്കാനായി എത്തിയ BJP പ്രവർത്തകർക്ക് നേരിട്ട് കൈ കൊടുക്കുകയായിരുന്നു.
MLA-യുടെ ഈ അപ്രതീക്ഷിത നീക്കത്തോട് പല BJP പ്രവർത്തകരും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് പ്രതികരിച്ചത്. എന്നാൽ ഇതിനിടെ ചില പ്രവർത്തകർ തമ്മിൽ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങിയെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. തന്റെ കൂടെയുള്ളവരോട് പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്കുമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്ന് ചാണ്ടി ഉമ്മനും നിർദ്ദേശം കൊടുത്തിരുന്നു. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ തന്നെ പ്രതിഷേധം അവസാനിച്ചു. MLA-യുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അവസാനിച്ചതിന് ശേഷം BJP പ്രവർത്തകർക്കിടയിലേക്ക് കടന്നുവന്ന് പ്രവർത്തകർക്ക് ഹസ്തദാനം കൊടുക്കാൻ ശ്രമിച്ച ചാണ്ടി ഉമ്മൻ MLA-യെ BJP പ്രവർത്തകർ ഗോബാക്ക് വിളിച്ച് കൂകി വിളിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഗോബാക്ക് വിളിച്ചവർക്കും കൈ കൊടുക്കാൻ മടി കാണിച്ചവർക്കും ചാണ്ടി ഉമ്മന് കൈ കൊടുക്കേണ്ടി വന്നു. കാരണം ആ ഒരു രീതിയിൽ രംഗം കൈകാര്യം ചെയ്യാൻ ചാണ്ടി ഉമ്മന് കഴിഞ്ഞു. വീണ ജോർജിന് സമാനമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ചാണ്ടി ഉമ്മൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ചാണ്ടി ഉമ്മനെതിരെ കേസെടുക്കണമെന്നും പോലീസ് ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും N. ഹരി ആരോപിച്ചു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ BJP പ്രതിഷേധം ചിരിച്ചുകൊണ്ട് പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ കാരണം വീണ ജോർജിനാണ് ഇരിക്കപ്പുറതിയില്ലാത്തത്. സോഷ്യൽ മീഡിയ ആരോഗ്യമന്ത്രിയെ കൂക്കി വിളിക്കുകയാണിപ്പോൾ. സമരക്കാരെ കണ്ടാൽ പിടലി ഉളുക്കുന്നതല്ല, സധൈര്യം ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കുന്നവനാണ് ജനപ്രതിനിധി. അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും തയ്യാറാകുന്നവനാണ് ജനപ്രതിനിധി. ഇത്രയും ഒരു കാര്യത്തിനാണോ വീണാമ്മ ഇന്നലെ മുതൽ വലിയ പരാക്രമം കാട്ടി പെടലി ഉളുക്കിപ്പിച്ചത് എന്നുള്ള വലിയ വിമർശനവും പരിഹാസവുമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഈ ഒരു പ്രവൃത്തി കാരണം വീണ ജോർജ് മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോളൂ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആയിരിക്കണം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിടുന്ന നേതാക്കൾ. അല്ലാതെ ക്യാപ്സൂളും വിഴുങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്നവരാകരുത്. പൂച്ചട്ടിക്ക് തല തല്ലി പൊളിച്ചിട്ട് ഇതാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതുമല്ല. ഇതാണ് മാതൃക. മറ്റൊരാൾ ചാണ്ടി ഉമ്മനുമായി സംസാരിച്ചതിന്റെ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഇതാണ് ജനപ്രതിനിധി. കറുപ്പ് കൊടിയും പ്രതിഷേധവും കാണുമ്പോൾ പേടിച്ചോടുന്നവനായിരിക്കരുത്. പുള്ളി പാവം ഒരു മനുഷ്യനാണ്. വീട്ടിൽ, അതായത് പുള്ളി ഇരിക്കുന്ന സ്ഥലം, ആളുകളെ കാണാൻ ഉമ്മൻചാണ്ടി സാർ ഇരുന്ന അതേ സ്ഥലം. ഞാൻ ചാണ്ടി ഉമ്മനെ കോട്ടയത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. റോഡിൽ വെച്ച് പുള്ളി നടന്ന് ഒരു സാധാരണ മനുഷ്യനെ പോലെ പോകുന്നതാണ് ഞാൻ കണ്ടത്. ഉടൻ തന്നെ ഞാൻ കാറ് തിരിച്ചുവിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു സംസാരിച്ചു. ഒരു ജാടയും ഇല്ലാത്ത ഒരു മനുഷ്യൻ. ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നു. എന്നോട് ചോദിച്ചു എവിടെ പോയി എന്നൊക്കെ. കുശലാന്വേഷണം ഒക്കെ നടത്തിയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചതെന്നും ഒരു ജാടയും ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്നും അദ്ദേഹം റോഡിലൂടെ ഇങ്ങനെ ഒരു നിസാരക്കാരനെ പോലെ, സാധാരണക്കാരനെ പോലെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയെന്നും പെട്ടെന്ന് ഉമ്മൻചാണ്ടി സാറിനെ ഓർമ്മ വന്നു എന്നാണ് ഈ ഒരാൾ കമന്റ് പങ്കുവച്ചിരിക്കുന്നത്. പല സമരങ്ങളും കണ്ടിട്ടുണ്ട്. ഇത്തരം ഒരെണ്ണം ആദ്യമായിട്ട് കാണുകയാണെന്ന് തുറന്നടിക്കുന്ന കമന്റ് സെക്ഷനുകളാണ് ഇതിന് താഴെ, അതായത് ഈ ചാണ്ടി ഉമ്മന്റെ വാർത്ത വരുന്നതിന് താഴെ എല്ലാവരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.